100% ഉറപ്പിച്ചോളൂ. മുഖ്യമന്ത്രിയായി കെ.സി. വേണുഗോപാൽ, ധനകാര്യം കൈകാര്യം ചെയ്യാൻ വി.ഡി. സതീശൻ, ആഭ്യന്തരത്തിന്റെ താക്കോൽ രമേശ് ചെന്നിത്തലയ്ക്ക്. അതെ, ഈ വരുന്ന ബുധനാഴ്ച ഡൽഹിയിൽ നിന്ന് ആ പ്രഖ്യാപനം വരും. കുറിച്ചിട്ടോളൂ. ഒരാഴ്ചയ്ക്കുള്ളിൽ സത്യപ്രതിജ്ഞ. കളി അവസാനിച്ചു എന്ന് കരുതിയെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. കളി തുടങ്ങുന്നതേയുള്ളൂ. നമസ്കാരം. കേരളം ഉറ്റുനോക്കുന്ന ആ വലിയ ചോദ്യത്തിന് ഉത്തരമാകാൻ ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി. ജനങ്ങൾ വോട്ട് ചെയ്ത് ജയിപ്പിച്ചത് എന്തിനു വേണ്ടിയാണ്? ഒരു നല്ല ഭരണം കിട്ടാനാണ്. പക്ഷേ കോൺഗ്രസ് ജയിച്ച പിന്നെ ഭരണം തുടങ്ങണമെങ്കിൽ ഡൽഹിയിലെ AICC ആസ്ഥാനത്തെ വരാന്തകളിൽ നേതാക്കൾ കിലോമീറ്ററുകളോളം നടന്ന് തേയണം. വിജയിച്ചു കഴിഞ്ഞാൽ ജനങ്ങളെ സേവിക്കണമെന്ന് സാധാരണക്കാരൊക്കെ കരുതും. പക്ഷേ കോൺഗ്രസ് ഒരിക്കലും അങ്ങനെയല്ല. അങ്ങനെയാകാൻ അവരെ കൊണ്ട് സാധിക്കുകയുമില്ല. ജയിച്ചു കഴിഞ്ഞാൽ ആദ്യം അടി തുടങ്ങണം, പിന്നെ ഡൽഹിക്ക് വിമാനം കയറണം, അവസാനം ഹൈക്കമാൻഡ് ഒരു വെള്ളിത്താലത്തിൽ മുഖ്യമന്ത്രി കസേര ആർക്കെങ്കിലും വെച്ച് നീട്ടുന്നത് വരെ ഈ കളി ഇങ്ങനെ തുടരണം. അതുവരെ നമ്മൾ പൊട്ടന്മാരായി ഇരുന്ന് നോക്കി നിൽക്കണം. ഇത് ഭരണമാണോ അതോ ഗ്രൂപ്പ് സമവാക്യങ്ങൾ ഒപ്പിക്കാനുള്ള തട്ടിക്കൂട്ടലാണോ? നമുക്ക് പരിശോധിക്കാം. തിരുവനന്തപുരത്ത് പെയ്ത മഴയ്ക്ക് ഡൽഹിയിൽ കുടപിടിക്കുന്ന നേതാക്കളെയാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത്.